ക്രൈയിങ് ഈസ് വീക്ക് എന്നുള്ള രീതിയിൽ കാണുന്ന ജനറേഷനാണ് നമ്മളിന്ന്. ആൻഡ് ഇറ്റ്സ് എ മണ്ടത്തരം. കാരണം ക്രൈയിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് യു. ഇറ്റ്സ് എൻ ഇമോഷൻ. ഒരു ഇമോഷനാണ്. ആൻഡ് നിങ്ങള് ഈ ഭൂമിയിലിറങ്ങിയപ്പോ നിങ്ങൾ ഫസ്റ്റ് ചെയ്ത കാര്യം കരയലായിരുന്നു. ആൻഡ് അത് കരഞ്ഞപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾക്ക് ജീവനുണ്ടതിന്റെ കാര്യം. അന്നേരമാണ് അപ്പൊ നിങ്ങളെ മദർ സന്തോഷിക്കുന്നത്. ലൈക്ക് ഹി ഓർ ഷി ഹാസ് എ റൈറ്റ് എന്നുള്ള രീതിയിൽ. സോ ക്രൈയിങ് ആണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്ത കാര്യം. അത് ചെയ്തുകൊണ്ടാണ് മനസ്സിലായത് നിങ്ങൾക്ക് ജീവനുണ്ടെന്ന്. സോ ക്രൈയിങ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് യു. അത് വീക്ക് അല്ല, അത് വിയേർഡ് അല്ല. ആ രീതിയിലാണ് കാണുന്നത് ആൾക്കാര്. അത് വീക്കാണ്, വിയേർഡ് ആണെന്ന് കണ്ടോണ്ട് ആൾക്കാർ നെക്സ്റ്റിലേക്ക് പോകുന്നത് അതൊരു മിസ്റ്റേക്ക് ആകുന്ന രീതിയിലേക്കാണ് കാണുന്നത്. ക്രൈയിങ് എന്ന് പറയുന്നത് ക്രൈയിങ് അല്ല മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ആരെ മുമ്പെന്നാണ് കരയുന്നത്, അവരുടെ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾ കരയുന്നത്. എക്സാമ്പിൾ, നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങളെല്ലാം പറയുന്ന ബെസ്റ്റ് ഫ്രണ്ട് റൈറ്റ് പേഴ്സണാണ്. പക്ഷെ അവരേതോ ആക്സിഡന്റ് പെട്ടിട്ടുള്ളത്. ആ ടൈം നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് കരയാൻ പോണെങ്കിൽ ദൈവത്തിലേക്ക് ഒന്ന് പോടും. അത് അവരെ കുറ്റം കൊണ്ടല്ല, അവരേതോ വള്ളി കേസിനാണുള്ളത്. സോ അതൊരു ബാഡ് ടൈമാണ് ക്രൈ ചെയ്യുന്നതിന് അവരെ മുമ്പിൽ. നെക്സ്റ്റ്, നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണ്, അവർ നല്ല സിറ്റുവേഷൻ ടൈമിലും ആണ്, പക്ഷെ അറിയാത്ത ഒരാളാണെങ്കിൽ, അതായത് തീരെ ക്ലോസ് അല്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ പോയി കരയുന്നതിൽ they will have a similar റിയാക്ഷൻ. ഒന്ന് പോടൊന്നിരിക്കും. സോ ഒന്നുകിൽ ഒറ്റയ്ക്ക് കരയാം, അല്ലെങ്കിൽ ആരത്തേക്ക് കരയണമെന്നില്ല. ഈ ഒരു ഇമോഷണൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് കരയണമെന്നാണെങ്കിൽ അത് റൈറ്റ് പേഴ്സൺ ആണോ നോക്കുക, അത് അവരെ റൈറ്റ് ടൈം ഓർ സിറ്റുവേഷൻ ആണോ നോക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്ര സമയമായിട്ട് പറഞ്ഞില്ല നിങ്ങൾ ഏത് സന്ദർഭത്തിലാണ് കരയേണ്ടത് ഞാൻ പറഞ്ഞില്ല. കാരണം കരയുന്നതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല. നിങ്ങൾ ഇമോഷൻ കാണിക്കുന്നതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നുമില്ല. ഈ ഒരു സാധനം വന്ന് ഈ ഒരു ടൈം ആകുമ്പോൾ കരയാ, വലിയ സാധനമൊന്നുമില്ല. ഇഫ് യു ഫീൽ ടു ക്രൈ, ജസ്റ്റ് ക്രൈ. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് നോട്ട് വിയേർഡ് ഓർ വീക്ക്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യു. അത് ഉണ്ടായോണ്ടാണ് നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് ഫസ്റ്റ് മനസ്സിലായത്. ഓക്കെ, അത് മനസ്സിലാക്കിയാൽ മതി. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. മറ്റേയാൾ പറയുന്നത് മൈൻഡ് ആക്കണ്ട. ഇഫ് യു വാണ്ട് ടു എക്സ്പ്രസ് യുവർ ഫീലിംഗ് ഓഫ് ലൈക്ക് ആ ക്രൈയിങ് എന്നുള്ള സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇതാക്കാം, അല്ലെങ്കിൽ റൈറ്റ് പേഴ്സൺ ആണോ, അവരെ റൈറ്റ് സിറ്റുവേഷനോ ടൈം ആണോ നോക്കാം, കാര്യം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ആൻഡ് നോർമൽ.